Hi all, welcome to Entri ACCA Management Accounting Revision Classes. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൻ്റെ ചാപ്റ്ററിന് റിവിഷൻ ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെയിൽസ് വേരിയൻസ് ആയിരുന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇക്വേഷൻസ് ഒക്കെ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നവരെ കമൻറ്റിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ നെക്സ്റ്റ് വേരിയൻസിലേക്കാണ് നമ്മൾ പോകുന്നത്, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. അപ്പോൾ എന്താണ് ഈ ഒരു മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സെയിൽസ് വേരിയൻസിൽ പറഞ്ഞതുപോലെ തന്നെ ബഡ്ജറ്റ് ചെയ്ത കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലൊരു ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു വേരിയൻസ് ആണ് നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിലും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്യാണ്, നമുക്ക് ഒരു 1000 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. ബഡ്ജറ്റ് പ്രകാരം നമ്മൾ 1000 യൂണിറ്റ്സ് ആണ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി നമ്മൾ പ്ലാൻ ചെയ്തത്, നമ്മൾ ബഡ്ജറ്റഡ് യൂണിറ്റ്സ് പ്ലാൻ ചെയ്യുന്നത്. ദെൻ പെർ യൂണിറ്റ് ബഡ്ജറ്റ് പ്രകാരം നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യുകയാണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എപ്പോഴും എന്തിലാണ്? ബഡ്ജറ്റിലാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ബഡ്ജറ്റ് പ്രകാരം സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമ്മൾ പെർ യൂണിറ്റിന് ഒരു 2 കിലോഗ്രാം റോ മെറ്റീരിയൽ ആണ് വേണ്ടത്. നമ്മളൊരു 1000 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിലോഗ്രാം മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരും? ഒരു 2000 കിലോഗ്രാം ആണ് നമ്മുടെ മെറ്റീരിയൽസ് ബഡ്ജറ്റ് പ്രകാരം നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മൾ ബഡ്ജറ്റിൽ പ്രൈസ് ഫിക്സ് ചെയ്യാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റിന് പെർ കിലോഗ്രാം നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ് ഒരു $5 കൂടെ ഫിക്സ് ചെയ്തു. ഇതാണ് ബഡ്ജറ്റ് പ്രകാരം നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ. ഇനി ആക്ച്വലിലേക്ക് വരാണ്. ആക്ച്വൽ വരുമ്പോൾ ഈ 1000 യൂണിറ്റ്സ് തന്നെ പ്രൊഡക്ഷൻ നടക്കണം എന്നുണ്ടോ? ഇല്ല, ഇതൊരു 1200 യൂണിറ്റ്സ് ആയി എന്ന് വിചാരിക്കുക. നമ്മൾ പ്ലാൻ ചെയ്തത് 1000 യൂണിറ്റ്സ് ആയിരുന്നു, ആക്ച്വൽ വന്നപ്പോൾ 1200 യൂണിറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ നടക്കുകയാണ്. ഇനി നമ്മുടെ മെറ്റീരിയൽ നമ്മൾ പെർ യൂണിറ്റിന് 2 കിലോഗ്രാം ആയിരുന്നു ബഡ്ജറ്റിൽ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. പക്ഷേ ആക്ച്വൽ വന്നപ്പോൾ പെർ യൂണിറ്റിന് നമുക്കൊരു 3 കിലോഗ്രാം മെറ്റീരിയൽ ആവശ്യമായിട്ട് വരാണ്. അപ്പോൾ ആക്ച്വലിലേക്ക് വന്നപ്പോൾ നമ്മളവിടെ എത്ര കിലോഗ്രാം മെറ്റീരിയൽ നമുക്ക് ആവശ്യമായിട്ട് വന്നു? മെറ്റീരിയൽ ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര വന്നു? ഒരു 3600 വന്നു. 3600 കിലോഗ്രാം വന്നു. ഇനി നമ്മൾ കമ്പയർ ചെയ്യാണ്. നമ്മൾ ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്തത് 2000 കിലോഗ്രാം ആണ്, ആക്ച്വലി വന്നപ്പോൾ 3600 കിലോഗ്രാം ആയി. ഈ ഒരു കമ്പാരിസൺ കറക്റ്റ് ആണോ? ആ ഒരു ഡിഫറൻസിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടോ? നമ്മൾ 1000 യൂണിറ്റ്സിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഈ ഒരു ബഡ്ജറ്റിൽ 2000 കിലോഗ്രാം പറഞ്ഞത്. ആക്ച്വലി 1200 യൂണിറ്റ്സ് ആയി, അതിന് 3600 ആയി. സോ അവിടെ ഒരു ഡിഫറൻസ് ഇല്ല. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, എനിക്കൊരു 50 സ്റ്റുഡൻസ് ഉണ്ട് ഒരു ക്ലാസ്സിൽ, അവരുടെ കോസ്റ്റും ഒരു 1000 സ്റ്റുഡൻസ് ഉള്ള ക്ലാസ്സിലെ കോസ്റ്റും എടുത്ത് ഞാൻ കമ്പയർ ചെയ്യുകയാണ്. എന്തായാലും കൂടുതൽ സ്റ്റുഡൻസ് ഉള്ള ക്ലാസ്സിൽ കൂടുതലായിരിക്കില്ലേ കോസ്റ്റ്? അതുപോലെ ആക്ച്വൽ ഔട്ട്പുട്ട് കൂടിക്കഴിഞ്ഞാൽ മെറ്റീരിയൽ കോസ്റ്റ് എന്തായാലും കൂടും. സോ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആക്ച്വൽ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ആക്ച്വൽ നമുക്ക് വന്നിട്ടുള്ള ക്വാണ്ടിറ്റി അത് തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഇവിടെ 1200 യൂണിറ്റ്സ് ആണ് ആക്ച്വലി വന്നിട്ടുള്ളത്. ഇതിന് ബഡ്ജറ്റ് പ്രകാരം പെർ യൂണിറ്റിന് നമ്മൾ 2 കിലോഗ്രാം ആണ് ഫിക്സ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയായിരിക്കും? ബഡ്ജറ്റിൽ ഫിക്സ് ചെയ്തത് ഒരു യൂണിറ്റിന് 2 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 1200 യൂണിറ്റ്സിനോ 1200 ഇൻറ്റു 2400 ആണെന്ന് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ഈ ഒരു ക്വാണ്ടിറ്റികൾ തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഔട്ട്പുട്ട് സെയിം ആക്കിയിട്ട് വേണം നമ്മൾ ഈ ക്വാണ്ടിറ്റി കമ്പാരിസണിലേക്ക് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി എന്ത് ചെയ്യുകയാണ്? നമ്മുടെ മെറ്റീരിയൽ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റിൽ ഡിഫറൻസ് വരാനായിട്ട് 2 റീസൺസേ ഉള്ളൂ. എന്തൊക്കെ റീസൺ ആയിരിക്കും? ഒന്നല്ലെങ്കിൽ ക്വാണ്ടിറ്റി, മെറ്റീരിയൽസിന് ക്വാണ്ടിറ്റി മാറിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ പ്രൈസിൽ ചേഞ്ച് വന്നിട്ടുണ്ടാകും. ഈ 2 റീസൺസ് ആണ് ക്വാണ്ടിറ്റി ഡിഫറൻസ് നമ്മുടെ കോസ്റ്റ് വേരിയൻസിന് റീസൺ ആകുന്നത്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റിലെ ടോട്ടൽ വേരിയൻസ് എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആക്ച്വൽ കോസ്റ്റ് മൈനസ് നമ്മുടെ ബഡ്ജറ്റിലുള്ള കോസ്റ്റ് ആണ്. ഇക്വേഷൻ എന്തായിരിക്കും? ആക്ച്വൽ കോസ്റ്റ്, മെറ്റീരിയൽസിൽ ആക്ച്വൽ വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ് ആണ്, മൈനസ്
ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ആണോ? ഞാൻ ആദ്യമേ പറഞ്ഞു ഇവിടെ ആക്ച്വൽ ക്വാണ്ടിറ്റിയും ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റിയും നമ്മൾ കമ്പയർ ചെയ്യരുത്. ഏത് തമ്മിലേ കമ്പയർ ചെയ്യാൻ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, അതായത് ഈ ഒരു ആക്ച്വൽ ഔട്ട്പുട്ടിന് വേണ്ടി എത്രയാണോ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അത് വെച്ച് കമ്പയർ ചെയ്യത്തുള്ളൂ. സോ ആക്ച്വൽ ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ പ്രൈസ്, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ് മൈനസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ് നമ്മൾ ഇവിടെ എടുക്കുക. ഇവിടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ആണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ആണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എപ്പോഴും പറയാം ഒരു യൂണിറ്റിനാണ്. ബഡ്ജറ്റിൽ ഒരു യൂണിറ്റിന് എത്ര മെറ്റീരിയൽസ് ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇൻറ്റു ആക്ച്വൽ എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് എന്ത് മെറ്റീരിയൽ കോസ്റ്റ് ടോട്ടൽ വേരിയൻസിൻ്റെ ഇക്വേഷൻ വരുന്നത്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ് മൈനസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ആണ്. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഈ ഒരു ഇക്വേഷൻസിൽ നിങ്ങൾ യൂസ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ്, ഈ ഒരു മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൽ ഡിഫറൻസ് വരാനായിട്ട് നമുക്ക് രണ്ട് റീസണേ ഉള്ളൂ. ഒന്ന് ക്വാണ്ടിറ്റിയിൽ വന്നിരിക്കുന്ന ചേഞ്ച്, സെക്കൻഡ് പ്രൈസിൽ വന്നിരിക്കുന്ന ചേഞ്ച്. സോ നമുക്ക് ഈ ഒരു വേരിയൻസിനെ രണ്ടായി സബ് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയുണ്ട്? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും ഉണ്ട്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസും ഉണ്ട്. എന്താണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്? മെറ്റീരിയൽ പ്രൈസിൽ വന്നിട്ടുള്ള വേരിയൻസ് കാരണം നമ്മുടെ പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് ആണ്. സോ പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പ്രൈസിലുള്ള ഡിഫറൻസ് ആണ്. സോ ആക്ച്വൽ പ്രൈസ് മൈനസ് സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ചെയ്യാം. ഇക്വേഷന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി മൈനസ് സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി എന്നും എഴുതാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് യൂസേജ് വേരിയൻസ്. എന്താണ് യൂസേജ് വേരിയൻസ് എന്ന് പറയുന്നത്? നമ്മുടെ ക്വാണ്ടിറ്റിയിലുള്ള ഡിഫറൻസ് കാരണം പ്രോഫിറ്റിൽ വന്നിട്ടുള്ള ചേഞ്ച് ആണ്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ക്വാണ്ടിറ്റിയിലുള്ള ഡിഫറൻസ് ആണ്. സോ ആക്ച്വൽ ക്വാണ്ടിറ്റി മൈനസ് എന്ത് ചെയ്യുക? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ ആണ്. ഇൻറ്റു എന്ത് ചെയ്യുക? ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇനി ഇക്വേഷനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും എഴുതാം? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എന്നും ഇക്വേഷൻ എഴുതാം. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു സിമ്പിളായിട്ട് ഈ ഒരു ഇക്വേഷൻ എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ ഇക്വേഷൻ ഓർത്തിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെയും യൂസ് ചെയ്യാം. First, actual quantity into actual price. Second, actual quantity into standard price. Third, standard quantity into standard price. Actual quantity into actual price, വീണ്ടും actual quantity into standard price, then standard quantity into standard price. നമുക്ക് കാൽക്കുലേഷൻ കുറച്ചുകൂടി ഈസി ആകാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ 1 മൈനസ് 2 ആണെന്ത് നമ്മുടെ പ്രൈസ് വേരിയൻസ് വരാം. ഇനി 2 മൈനസ് 3 ആയിരിക്കും എന്ത്? യൂസേജ് വേരിയൻസ്. ഇനി 1 മൈനസ് 3 ആയിരിക്കും എന്ത്? ടോട്ടൽ വേരിയൻസ്. കാൽക്കുലേഷൻ കുറച്ചുകൂടി ഈസി ആക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെത്തേഡും ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുന്ന ടൈമിൽ അത് വേരിയൻസ് നമുക്ക് ഫേവറബിൾ ആകാം അല്ലെങ്കിൽ അഡ്വേഴ്സ് ആകാം. കോസ്റ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാകും? കുറയും. സോ അഡ്വേഴ്സ് വേരിയൻസ് ആയിരിക്കും. ഇനി നേരെ മറിച്ച് കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കൂടും. അവിടെ നമുക്ക് ഫേവറബിൾ വേരിയൻസ് ആയിരിക്കും. ഇനി ആൻസർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ മീനിങ് എന്താ? കോസ്റ്റ് കൂടിയിട്ടുണ്ട്, വേരിയൻസ് എന്താകും? അഡ്വേഴ്സ് ആകും. ഇനി നിങ്ങൾക്ക് കിട്ടിയ ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ മീനിങ് എന്താണ്? കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്, സോ വേരിയൻസ് എന്തായിരിക്കും? ഫേവറബിൾ വേരിയൻസ് ആയിരിക്കും. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻസ് എന്താകും? കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. എക്സ്ട്രാക്ട് ഫ്രം ദി സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാർഡ് ഓഫ് പ്രൊഡക്റ്റ് എക്സ്. പ്രൊഡക്റ്റ് എക്സിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാർഡ്, അതായത് ബഡ്ജറ്റ് പ്രകാരം പെർ യൂണിറ്റിന് എങ്ങനെയൊക്കെയാണ് കോസ്റ്റ് എന്ന് ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ 40 സ്ക്വയർ മീറ്റർ ഇൻറ്റു 5.3 പെർ സ്ക്വയർ മീറ്റർ. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് വരുന്നത് 212 ആണ് പെർ യൂണിറ്റിന്. ഈ ഒരു യൂണിറ്റിലേക്ക് നമുക്ക് 40 സ്ക്വയർ മീറ്റർ മെറ്റീരിയൽ വേണം. പെർ സ്ക്വയർ മീറ്റർ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണ്? 5.30 ആണ്.
ഇനി എന്താ തന്നിട്ടുള്ളത്? ആക്ച്വൽ റിസൾട്ട് ഫോർ ഡയറക്റ്റ്. ഇനി ആക്ച്വൽ വന്നിട്ടുള്ള കോസ്റ്റ് തന്നിട്ടുണ്ട്. ആക്ച്വൽ നമ്മളൊരു 1000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതിലേക്ക് ടോട്ടൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് 39,000 സ്ക്വയർ മീറ്റർ ആണ്. മെറ്റീരിയൽസിന്റെ കോസ്റ്റ് വന്നിട്ടുള്ളത് $2,10,600 ആണ്. ദെൻ അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? മെറ്റീരിയൽ ടോട്ടൽ പ്രൈസ് ആൻഡ് യൂസേജ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിൾ ആണ്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്, സെക്കൻഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്, ദെൻ തേർഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ല സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ഓക്കെ, ഫസ്റ്റ് ഇവിടെ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ് നമുക്ക് എത്രയാണ് തരാം? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? അതാണ് ആക്ച്വൽ കോസ്റ്റ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. എത്രയാണ്? 2,10,600 ആണ്. 2,10,600 ആണെന്ത്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. ദെൻ നെക്സ്റ്റ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ് 2,10,600. then actual quantity into standard price. Actual quantity നമുക്ക് തന്നിട്ടുണ്ടോ? യെസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 39,000 സ്ക്വയർ മീറ്റർ ആണ് ആക്ച്വൽ ക്വാണ്ടിറ്റി വരുന്നത്. 39,000 ആണ്. ഇൻറ്റു നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബഡ്ജറ്റ് പ്രകാരം പെർ നമ്മുടെ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ആണ്, പെർ സ്ക്വയർ മീറ്റർ കോസ്റ്റ് ആണ് ഇത് സ്റ്റാൻഡേർഡ് പ്രൈസ്. എത്രയാണ് വരുന്നത്? 5.3 ആണ് നമുക്ക് എന്ത് വരുന്നത്? സ്റ്റാൻഡേർഡ് പ്രൈസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര വരും? 39,000 ഇൻറ്റു 5.3 എത്രയാണ് വരുന്നത്? $2,06,700 ആണെന്ത് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ഇവിടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നോർമലി ബഡ്ജറ്റ് പ്രകാരം പെർ യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റിയാണ്. അത് എത്രയാണ് വരുന്നത്? 40 സ്ക്വയർ മീറ്റർ ആണ്. ഇനി സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന ഈക്വേഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ആണ്. ആക്ച്വൽ ഔട്ട്പുട്ടിന് വേണ്ടി എത്ര സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി വന്നു? ഇവിടെ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? 1000 യൂണിറ്റ്സ് ആണ്. സോ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് 40 ഇൻറ്റു 1000 ചെയ്യുക. ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് നമുക്ക് വരുന്നത് 5.3 ആണ്. സോ എത്രയായിരിക്കും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് വരുന്നത്? 40 ഇൻറ്റു 1000 ഇൻറ്റു 5.3 എത്ര വന്നു? $2,12,000 ആണ് എന്ത് വരുന്നത്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് വരുന്നത്. സോ ഇനി എന്ത് ചെയ്യുക? ഇതിൽ 1 - 2 ആണെന്ത് നമ്മുടെ പ്രൈസ് വേരിയൻസ് വരുന്നത്. 1 - 2 ആണെന്ത് നമ്മുടെ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് വരുന്നത്. 2,10,600 മൈനസ് 2,06,700 എത്രയാണ്? ഒരു 3,900 ആണ് എന്ത് വരുന്നത്? 1,900 ആണ് പ്രൈസ് വേരിയൻസ് വരുന്നത്. ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ വേരിയൻസ് എന്താണ്? അഡ്വേഴ്സ് ആണ്. കാരണം എന്താണ്? ഇവിടെ കോസ്റ്റ് കൂടിയിട്ടുണ്ട്. സെയിൽസിൻ്റെ കേസിൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇവിടെ എന്താണ്? കോസ്റ്റ് വേരിയൻസുകളുടെ കേസിൽ നിങ്ങൾക്ക് ആൻസർ പോസിറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ മീനിങ് എന്താണ്? നമ്മുടെ കോസ്റ്റ് ഇവിടെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൈസ് 5.3 ആയിരുന്നു. ആക്ച്വൽ പ്രൈസ് വന്നപ്പോൾ കൂടി. അതുകൊണ്ട് ആക്ച്വൽ പ്രൈസ് കൂടിയപ്പോൾ അവിടെ എന്താണ്? നമ്മുടെ കോസ്റ്റ് കൂടിയിട്ടുണ്ട്. കോസ്റ്റ് കൂടിയപ്പോൾ പ്രോഫിറ്റ് കുറഞ്ഞു. സോ വേരിയൻസ് എന്തായി? അഡ്വേഴ്സ് ആയി. ദെൻ നെക്സ്റ്റ് 2 - 3 ആണെന്ത്? നമ്മുടെ യൂസേജ് വേരിയൻസ് വരുന്നത്. 2 - 3 ആണെന്ത്? യൂസേജ് വേരിയൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ 2,06,700 മൈനസ് 2,12,000 എത്രയാണ്? -5,300 ആണ്. 5,300 നെഗറ്റീവ് ആണ് ആൻസർ വന്നിട്ടുള്ളത്. സോ ആൻസർ മൈനസ് ആണെങ്കിൽ വേരിയൻസ് ഫേവറബിൾ ആണോ അഡ്വേഴ്സ് ആണോ? വേരിയൻസ് എന്തായിരിക്കും? ഫേവറബിൾ ആയിരിക്കും എന്ത്? വേരിയൻസ് വരുന്നത്. കാരണം ഇവിടെ ക്വാണ്ടിറ്റിയിൽ എന്ത് സംഭവിച്ചു?
സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് 40,000 ആയിരുന്നു. ആക്ച്വൽ വന്നപ്പോൾ 39,000 ആണ് വന്നത്. സോ ക്വാണ്ടിറ്റി, മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി യൂസ് ചെയ്ത് കുറഞ്ഞു. സോ കോസ്റ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. അവിടെ പ്രോഫിറ്റ് കൂടി. അതുകൊണ്ടാണ്, കോസ്റ്റ് കുറഞ്ഞതുകൊണ്ടാണ് ആൻസർ നെഗറ്റീവ് വന്നത്. സോ വേരിയൻസ് എന്തായി? ഫേവറബിളായി. ഇനി നെക്സ്റ്റ് ഒരു വേരിയൻസ് കൂടെ ഉണ്ട്. അതെന്താണ്? ടോട്ടൽ വേരിയൻസ് ആണ്. അതായത് 1 - 3. ഇവിടെ 2,10,600 മൈനസ് 2,12,000 എത്രയായിരിക്കും? -1,400 ആണ്. മൈനസ് ആയതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? ഫേവറബിൾ വേരിയൻസ് ആണ്. ഇനി പ്രൈസ് വേരിയൻസും കോസ്റ്റ് വേരിയൻസും, പ്രൈസ് വേരിയൻസും യൂസേജ് വേരിയൻസും ആഡ് ചെയ്താലും 3,900 പ്ലസ് -5,300 ചെയ്താലും നമുക്ക് ആൻസർ എത്രയായിരിക്കും? -1,400 ആയിരിക്കും. അതായത് പ്രൈസ് വേരിയൻസിൻ്റെയും യൂസേജ് വേരിയൻസിൻ്റെയും ടോട്ടലാണ് എന്ത്? മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് വരുന്നത്. ഞാൻ എളുപ്പത്തിന് ഇക്വേഷൻസ് ഇങ്ങനെ എഴുതിയെന്നുള്ളൂ. നിങ്ങൾക്ക് മറ്റേപാട് ഇക്വേഷൻസ് ചെയ്ത് എഴുതണമെങ്കിൽ ആക്ച്വൽ പ്രൈസ് മൈനസ് സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് തന്നെയായിരിക്കും. കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു സ്റ്റെപ്സ് എടുത്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ രണ്ട് രീതിയിലും ചെയ്ത് നോക്കുക. കൂടുതൽ നിങ്ങൾ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കോൺസെപ്റ്റ്സും ഇക്വേഷൻസും കുറച്ചുകൂടെ ക്ലിയർ ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇക്വേഷൻസ് പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ എത്രത്തോളം കോൺസെപ്റ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമോ, അപ്പോഴാണ് നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ്സിൽ എക്സ്പേർട്ട് ആകുന്നത്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ കൊടുത്തേക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ കൂടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തേക്കാം.